ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടോ. ഒരാഴ്ച ആയിരിക്കും, കുറച്ചായി എന്തായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് അതിനുള്ള ഒരു സമയം കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം വെളുപ്പാങ്കാലത്തൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം പണികളൊക്കെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഓർത്തു ഒരു വീഡിയോ എടുത്ത് കളയാന്ന്. അപ്പം അങ്ങനെ എടുക്കണ വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ പറഞ്ഞാൽ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കണമല്ല കേട്ടോ. കാരണം എനിക്ക് ഫുൾ ടൈം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞെണീക്കണ മുമ്പ് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം മീൽ പ്ലാനിങ് ഒക്കെ കുറച്ച് തുടങ്ങിയത് കൊണ്ടും അത്യാവശ്യം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണോണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ചിലപ്പോൾ ചില ദിവസം ഞാൻ എങ്ങനെ വൈകി പോയാലും എല്ലാം സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഞാൻ അരിഞ്ഞെടുത്ത് വയ്ക്കും, പിന്നെ എന്താ മീനും ഇതൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് അത്ര എളുപ്പമല്ലേ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ചോറ് വെക്കുക, ടിഫിൻ ഉണ്ടാക്കുക, മാവൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയല്ലേ പണിയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ രീതികളൊക്കെ പോണത് കേട്ടോ. കുറച്ചായിട്ടുള്ളൂ, ഞാനിപ്പോൾ 1-2 ആഴ്ച ആയിട്ടുണ്ടാവട്ടെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ബുക്കൊക്കെ എടുത്ത് നോക്കിയെങ്കിൽ കുറച്ച് നേരം നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞ് എണീറ്റ് കളിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ വിചാരിക്കും, പക്ഷേ അപ്പോൾ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾ ഭയങ്കര വാശിയും കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് പറ്റൂല, വെറുതെ കുഞ്ഞിനെ കരയിപ്പിക്കണ്ടേ. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കും, കഴിക്കാൻ കൊടുക്കും, പിന്നെ അങ്ങനെ സമയം പോണത് അറിയില്ല കേട്ടോ. അപ്പം പിന്നെ അപ്പച്ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ടാവും, പിന്നെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റില്ല. അപ്പം ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങണേണ്, പറ്റണ പോലെ കുറച്ച് കട്ട് ചെയ്തൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ എന്തൊക്കെയാണ് പണികൾ എന്നൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഫോണിൽ നോക്കിയിട്ട് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു കട ഒരു സൈഡിലോട്ട് പോകണ്ടിട്ടാ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കാണാം കേട്ടോ. ഹലോ, അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ സവാളയില്ലേ, അത് ഭയങ്കര ചെറുതാണ് കേട്ടോ. ചെറിയ ഉള്ളിയല്ല, എന്നാൽ സവാളയല്ല കേട്ടോ. അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കണേ. അപ്പം നമുക്ക് അത് ഞാനൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കും. കണ്ടെയ്നർ പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങിക്കണ പാത്രങ്ങൾ, പിന്നെ ഈന്തപ്പഴം വാങ്ങിക്കണ ഡപ്പ, പിന്നെന്താ പറയുക, നമ്മൾ ഈ സോൻ പപ്പടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അത് നല്ല പാത്രങ്ങളൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉള്ളിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കണുണ്ടേ. അപ്പോൾ ആ സമയത്ത് തൊലി കളയാൻ നിൽക്കണ്ടല്ലോ. ശരിക്കും നല്ല കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് തുടച്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും ജസ്റ്റ് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളയാൻ എടുത്ത് വെച്ചാണ്. അപ്പോഴേക്കും കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമാണ്. എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം വർത്താനം പറയാതെ കഴിഞ്ഞാൽ പിന്നെ ആൾ കളിയായിരിക്കും. ആ വഴി പോയതാണ് കേട്ടോ. ഞാൻ കുഞ്ഞെണീറ്റു, പിന്നെ ബാലൻസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. മത്തങ്ങ, പിന്നെ ഉള്ളീൻ്റെ തൊലി കളഞ്ഞത്, പിന്നെ ക്യാരറ്റ്, നമ്മുടെ കുമ്പളങ്ങിയില്ലേ അത്, പിന്നെ ഐസ്ക്രീം ഡപ്പയിലിരിക്കണ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ്, അതുപോലെ പച്ചമുളക് എല്ലാം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ് കേട്ടോ. പിന്നെ താഴെ ഞാൻ സെപ്പറേറ്റ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്, തക്കാളി അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് പാത്രം നമുക്കുള്ള സൗകര്യം അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മീൻ 2 ദിവസമായിട്ട് കഴുകി ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടാണ്. അപ്പോൾ അത് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചതാണ് കേട്ടോ, ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ ഇപ്പം നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് കൊണ്ട് തന്നെ. കാരണം വേറെ ഒന്നുമില്ല, രാവിലെ എണീറ്റാൽ നേരെ അടുക്കളയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫുഡ് ഉണ്ടാക്കണേന്നുള്ളൊരു ജസ്റ്റ് ഒരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ എഴുതിയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സുഖമാണ്. ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇനി എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, പിന്നെ അതെടുത്ത് തൊലി കളഞ്ഞ് പിന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്ത് അപ്പം അത്രയും സമയം ലാഭിക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു 7 മണിക്ക് ഒരു 8 മണിക്ക് എണീറ്റ് വന്നാലും കൂടി എനിക്ക് 1 മണിക്കൂർ കൊണ്ട് അടുക്കളയിൽ തന്നെ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. അപ്പോൾ അത്ര എളുപ്പമാണ്. ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് എടുക്കാൻ പോണ വേറൊന്നുമല്ല, മല്ലിയില, പുതിനയില, കറിവേപ്പിലൊക്കെ കൂടി വാങ്ങിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സെറ്റാക്കി വെക്കണേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊരു ബോക്സിലാക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. മീനാണെങ്കിൽ അത്യാവശ്യം അധികം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വറുത്തിട്ട് കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ. ഞാൻ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ഏകദേശം 2 ദിവസം കേട്ടോ. അതിൽ കൂടുതലൊക്കെ ഞാൻ എടുത്ത് വെക്കില്ല, എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കും. പിന്നെ കുഞ്ഞിനും കഴിക്കാൻ കൊടുക്കണതല്ലേ. രാവിലെ എണീറ്റ് എനിക്ക് അത്ര പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഞാൻ അതിൻ്റെ കാര്യമൊക്കെ എനിക്ക് സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് എങ്ങനെ വന്നാലും എനിക്ക് രാവിലെ എൻ്റെ പണി ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ള ദോശ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും ഉച്ചക്കത്തെയും രാത്രിത്തെയും വരെ രാവിലെ തന്നെ എൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് കഴിയും കേട്ടോ. പിന്നെ എനിക്ക് കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിന് കൂടെ സമയം ചെലവഴിക്കുക, അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യേ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി കേട്ടോ. ഞാൻ മീൽ പ്ലാനിങ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അത്രയും സമയം കിട്ടും. പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇത് തീരണില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും, രാവിലെ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷെ 2 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് സമയം കിട്ടണതനുസരിച്ചിട്ടാട്ടോ. ഒറ്റ ദിവസം ഇരുന്ന് ഞാനിതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചല്ല കേട്ടോ. എനിക്ക് കിട്ടണ സമയം അനുസരിച്ചിട്ട് ഞാൻ കുറച്ചായി സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ തീരണ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് വേറെ അറിയാനും പറ്റും കേട്ടോ. അപ്പം നമ്മൾ എന്താണോ തീരണമെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം നമുക്ക് വാങ്ങിയാൽ മതിയല്ലോ. അപ്പം എപ്പോഴും വീട്ടിൽ സാധനങ്ങളും ഉണ്ടാവുമെന്ന് നമുക്ക് അത്ര ചിലവില്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.